ഹലോ ഗൈസ്, ഡേ ഇൻ മൈ ലൈഫ് അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും മഴക്കാലം എൻജോയ് ചെയ്യുന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ആദ്യമായിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ റെഡ് അലേർട്ട്, ഓറഞ്ച് അലേർട്ടൊക്കെ ഉള്ള ജില്ലകളുണ്ടല്ലോ, അത് ഏതൊക്കെയാണെന്ന് ആദ്യം ഒന്ന് കണ്ടുപിടിക്കും. പിന്നെ ആ വഴിക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ മഴ പെയ്യാൻ ചാൻസ് ഇല്ല എന്ന് പറയുന്ന ജില്ലകളിൽ പോയി അങ്ങ് പെയ്യും. അതാണ് എൻ്റെ ഒരു ഡെയിലി റുട്ടീൻ. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊക്കെ ഒന്ന് നോക്കാം. ഇവിടെ റെഡ്, ഓറഞ്ച്, ഗ്രീൻ. ഇന്ന് നമ്മൾ ഗ്രീൻ ഉള്ളിടത്താണ് പോയി പെയ്യാൻ പോകുന്നത്. സോ അങ്ങോട്ട് പോവാം. അവിടെ തൊട്ട് ശരിക്കും അങ്ങോട്ട് കാറ്റ് കൊടുക്ക്, മരങ്ങളൊക്കെ അങ്ങോട്ട് ആടി വലയട്ടെ. അതുപോരാ, അങ്ങോട്ട് കടപുഴി അങ്ങോട്ട് വീഴട്ട്. ഓക്കെ, അങ്ങനെയാണ്. ഇവിടെ കറണ്ട് വന്നില്ലേ? കറണ്ട് വന്നതിന് ശേഷം അവിടെ ഒന്ന് പെയ്താൽ മതി കേട്ടോ. അവരാദ്യം അതൊക്കെ ഒന്ന് ശരിയാക്കട്ടെ. എടാ, അവിടെ റെഡ് അലേർട്ട് അല്ലേ? അവിടെ ആണോ മഴ പെയ്യണ്ടേ? ഇപ്പുറത്ത് ഗ്രീനുണ്ട്, അങ്ങോട്ട് പോയി പെയ്യ്. ഇവൻ പുതിയ റിക്രൂട്ടാ? എടാ എന്തോടാ, എന്നാ ഇതൊക്കെ പഠിക്കുന്നത്? അപ്പുറത്ത് അവിടെ കുഴപ്പമില്ല, അവിടെ കറക്റ്റ് ചെയ്താൽ മതി. കേക്ക് മിന്നലെന്ത്? ഇവിടെയൊക്കെ കറക്റ്റായിട്ട് ഓക്കെ. ഇതാണ് എല്ലാവർക്കും വേണ്ട ഇൻസ്ട്രക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അടുത്ത പരിപാടി എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാ ദിവസവും മിന്നലും കാറ്റുമായിട്ടൊരു വീഡിയോ കോൺഫറൻസ് ഉണ്ട്. എന്തൊക്കെ നാശനഷ്ടങ്ങൾ വരുത്തി, ഇനി എന്തൊക്കെ വരുത്തണം എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ സ്റ്റഡിയാണ്. പിന്നെ അതിൻ്റെ ഒരു അനാലിസിസ് ഞങ്ങൾ നടത്താറുണ്ട്. അത് കുറച്ച് നേരം ഇങ്ങനെ പോകും. പിന്നെ ഞാൻ കുറച്ച് നേരം അങ്ങോട്ട് മാറി നിൽക്കും. ആരെങ്കിലും തുണിയൊക്കെ കഴുകിയിടുന്നുണ്ടോ എന്ന് അങ്ങോട്ട് നോക്കും. കഴുകി ഇട്ട് കഴിഞ്ഞാൽ അപ്പം ഞാനങ്ങ് പെയ്യും. ഇന്ന് ഞാൻ ആളുകളുടെ ഒരു ഫീഡ്ബാക്ക് എടുത്തായിരുന്നു. എന്നെ ഇഷ്ടമാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എല്ലാവരും പറയുന്നത് സിനിമയിലും വീഡിയോയിലൊക്കെ കാണാൻ എന്നെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ നേരിട്ട് വന്നു കഴിഞ്ഞാൽ അത്ര ഇഷ്ടമല്ലെന്ന്. നമ്മളെയൊന്നും ആർക്കും വേണ്ടല്ലേ. ഇവിടെ സൂര്യ, താൻ എന്ത് പണിയായി കാണിക്കുന്നത്? എന്തോ ചെയ്തെന്നോ? ഇവിടെ താനുള്ള സമയത്ത് ഞാൻ വന്ന് പെയ്യാറില്ലേ? അപ്പം ഞാൻ എന്തോ ചെയ്യുന്നത്? അതായത് ചൂടുള്ളതിനെ കുറച്ചുകൂടെ കൂട്ടിത്തരും അല്ലേ? എന്നിട്ട് താനിപ്പോൾ എന്തോ ചെയ്യുന്നത്? ഇവിടെ കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് ഞാൻ നിന്ന് പെയ്യുക. എന്നിട്ട് നാട്ടുകാരെന്തോ പറയുമെന്നറിയോ? ഞങ്ങൾക്ക് ചൂടെടുക്കുന്നേ. ഇയാൾ ദുബായ് കത്തിക്കാൻ പോയതല്ലേ? അവിടെ അങ്ങ് കത്തിച്ചാൽ പോരെ? എന്തുവാ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ സൂര്യ? ഇവരൊക്കെ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് എങ്ങനെ മുന്നോട്ട് പോകും? നിങ്ങൾ പറ ഗൈസ്. പണിപ്പാളി ഗൈസ്. ഇതിപ്പോൾ ഞാനിതെന്ന് എന്ത് ചെയ്യുമെന്ന് ഞാൻ ആലോചിക്കുന്നത്. പക്ഷേ എന്ത് പറയേണ്ടതെന്ന് വെച്ചാൽ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. ഇനി ഞാനെന്ത് ചെയ്യും? എനിക്ക് വന്ന് ഇനി പെയ്യാൻ പറ്റുമോ? പുള്ളിക്കാരൻ അത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് പോയേ പറ്റത്തുള്ളൂ. ഈ പുള്ളി ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ? ഞാനൊന്നൊന്ന് എൻ്റെ ഒരു കരുത്തിലേക്ക് വന്നുകൊണ്ടിരുന്നായിരുന്നു. പുള്ളി വെറുതെ എൻ്റെ മൂട് കളയാനായിട്ട്. മൂട്. അയ്യോ, അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാൻ മറന്നുപോയി. അത് മഴക്കാലമാണല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങളെല്ലാവരും സേഫായിട്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കണ്ട വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്നതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ചാടണം എന്നൊക്കെ തോന്നും. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, എന്തെങ്കിലും കേസ് നിങ്ങൾക്ക് ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ 112 എന്ന് പറയുന്ന നമ്പറിൽ വിളിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും മഴക്കാലമൊക്കെ ആസ്വദിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ മഴയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പിന്നെ പറ്റുന്നവരൊക്കെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക.